ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ കാരണമൊക്കെ പോകുന്നത് ഒരു ഫിലിപ്സിൻ്റെ ഒരു ട്രിമ്മറാണ്. ഇത് ആക്ച്വലി ലേഡീസിനുള്ള ട്രിമ്മറാണ്. നിങ്ങൾക്ക് അവരുടെ അതിൻ്റെ പേര് കാണുമ്പോൾ തന്നെ അറിയാം, ബിക്കിനി ട്രിമ്മറാണ്. നമുക്കിത് ഫുൾ ബോഡി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബിക്കിനി ഏരിയ മാത്രമല്ല, ഫുൾ ഏരിയ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ നമുക്ക് 4 അക്സസറീസ് വരുന്നുണ്ട്. നമുക്കിതിൽ ഫുൾ ഷേവർ അടക്കം വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് ഷേവിങ് ഹെഡ് അടക്കം നമുക്കിതിൽ വരുന്നുണ്ട്. ഇതിൽ ആ ഒരു കോൺ എന്ന് പറയാനുള്ളത്, ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് റീചാർജബിൾ ടൈപ്പ് അല്ല. അതാണ് മാത്രമല്ല ഇതിലൊരു കോൺ എന്ന് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് വരുന്ന 1500 1700 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വരിക. ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മൾ ആക്ച്വലി ഒരു കോംബോ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മെയിൽ ട്രിമ്മറും വരുന്നുണ്ട്. അത് ആക്ച്വലി ഡെലിവർ ആയിട്ടില്ല. രണ്ടും കൂടി കോംബോ ആയിരുന്നു, പക്ഷേ ഒരെണ്ണം വന്നിട്ടില്ല. ഇന്ന് തന്നെ വരും, പക്ഷേ രണ്ടും സെപ്പറേറ്റ് ആയി ഒരു ഷിപ്പിലേക്കുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഫിലിപ്സ് ബിക്കിനി ട്രിമ്മർ 2000 എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്, പിങ്ക് കളറായിട്ട്. ഇത് ശരിക്കും ആക്ച്വലി നോർമൽ യൂസ് നിങ്ങൾ ട്രിമ്മർ ഉപയോഗിക്കുന്നതിനെ ആണുങ്ങളിലൊക്കെ ഉപയോഗിക്കട്ടെ, വ്യത്യാസമൊന്നുമില്ല. വലിയൊരു വ്യത്യാസമില്ല, ജസ്റ്റ് ഒരു കളർ മാറ്റി മാർക്കറ്റ് ചെയ്യുന്നതല്ലോ, അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിന് വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. സ്പെഷ്യാലിറ്റി ഭയങ്കരൊന്നുമില്ല, ജസ്റ്റ് മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ബ്രാൻഡിൻ്റെ സാധനം മാത്രം നോക്കി വാങ്ങിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതുമ്മേ വേറെ കുറേ ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മാത്രമല്ല. ഇതിന്മേ MRP കൊടുത്തേക്കുന്നത് 2500 രൂപയാണ്. ഇത് ഇമ്പോർട്ടഡ് സാധനമാണ് കേട്ടോ, മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ ആണ്, ഇമ്പോർട്ടഡ് സാധനമാണ്. സീൽഡ് പാക്കേജാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു എന്താ പറയുക, ബാറ്ററി ഇൻക്ലൂഡ് ആണ്. ഫിലിപ്സിൻ്റെ തന്നെ ആയിരിക്കും മിക്കതും ബാറ്ററി വരും. ആൽക്കലൈൻ ബാറ്ററിയാണ് റെക്കമെൻഡ്. നമുക്ക് അത് കാണിച്ചു തരാം, അതെന്തായാലും സീല് പൊട്ടിക്കാം. ഇപ്പോൾ ഇതിൻ്റെ സീല് ഇൻടാക്റ്റ് ആണ്. ഇതിൻ്റെ 2 സൈഡിലും സീലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സീല് പൊട്ടിക്കട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ സീല് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പാക്കേജ് ഭയങ്കര ലിമിറ്റഡ് ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതിനുള്ളതാണ് അവരെല്ലാം. എനിക്ക് തോന്നുന്നത് സ്ലിം ആയിരിക്കാനാണ് ചാൻസ്. ആ സാധനം സ്ലിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സാണ് ഇങ്ങനത്തെ വൈറ്റ് കളർ കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ ഇതാണ് സംഭവം. നോർമലി ഒരു വലിയൊരു നമ്മുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഇല്ലേ, അത്രേ ഉള്ളൂ സാധനം. ഇതിൽ ഭയങ്കര സ്ലിമ്മാണ്. ഇത് കൊള്ളാട്ടോ. ഇതിൻ്റെ എനിക്ക് ഷേപ്പും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ശരിക്കും നമ്മുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഇല്ല, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെയാണ് ബട്ടൺ വരുന്നത്, സിംഗിൾ ബട്ടണാണ്, കണ്ടോ. ഇത്രേ ഉള്ളൂ സാധനമാണ്. ശരിക്കും എൻ്റെ ഇപ്പോൾ ഓറൽ ബീൻ്റെ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഓറൽ ബീൻ്റെ ഇലക്ട്രിക് ബ്രഷാണ്, അതേ സെയിം സൈസ് തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് ഇതാക്കാം. ഇപ്പോൾ ആണുങ്ങളുടെയും ഒരു ട്രിമ്മൊക്കെ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഹെഡ് ഭയങ്കര ചെറുതാണ് കമ്പയർ ചെയ്യുമ്പോൾ, അത്രയാണ് ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം. അതിൽ നമുക്ക് പൗച്ചും ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഒരു കിറ്റ് വന്നേക്കുന്നത്. കിറ്റ് കണ്ടോ. ഇതിൽ നമുക്കൊരു ഫിലിപ്സിൻ്റെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഫിലിപ്സിൻ്റെ തന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഇതാണ് നമ്മുടെ ഷേവിങ് ഹെഡ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് 0.11 mm വരെ നോർമൽ നമ്മുടെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബിയേർഡിന് ഷേവറൊക്കെ ഉണ്ട്. അതേ സെയിം സാധനം തന്നെ, അതിൻ്റെ തന്നെ ഒരു ചെറിയ വർഷം ഇറക്കിയെന്ന് മാത്രമല്ല, ഡിഫറൻസ് ഒന്നുമില്ല. ഇതൊക്കെ രണ്ടും സാധനം ഒന്ന് തന്നെയാണ്. രണ്ടും ഇതുമ്മ പിങ്കും വയലറ്റൊക്കെ അടിച്ച് കളർ മാർക്കറ്റ് ചെയ്ത് ഇറക്കണം മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഇതിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഊരണമെങ്കിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കിട്ടും. ഇത് എന്നിട്ട് ഇങ്ങനെ വെക്കുക. അതിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അതാണ് ഇതിൽ ഇനി ബാറ്ററി ഇടാണ്ട്. അപ്പോൾ ബാറ്ററി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗമാണ്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ട്വിസ്റ്റിംഗ് ആണ്. ട്വിസ്റ്റിങ് ചെയ്താൽ നമുക്കിവിടെ സിംഗിൾ ബാറ്ററി. ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് അല്ല. എന്താ വെച്ചാൽ അത് ആക്ച്വലി എന്താ പറയുക, ഫീമെയിൽസിന് അല്ലെങ്കിൽ ഫീമെയിൽ ട്രിമ്മർ ഫിലിപ്സിൻ്റെ ആകെ ഈ ഒരു മോഡൽ മാത്രമേ നമ്മുടെ ഇവിടെ ഉള്ളൂ കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ മോഡൽസ് ഉണ്ടാവും. ഇത് മൾട്ടിപ്പിൾ അതിൻ്റെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു സെറ്റാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ബിയർ ട്രിമ്മറിലൊക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ്, അതേ മോഡൽ തന്നെ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യാനുള്ള സാധനം, ക്ലിപ്പ് പോലെ സാധനം. അതാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. പിന്നെ നമുക്കൊരു ബാറ്ററി ഉണ്ട്, പിന്നെ ഒരു ചെറിയ പൗച്ചും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഫിലിപ്സിൻ്റെ ഒരു പൗച്ചും ഉണ്ട്. ബ്രാൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വൈറ്റ് കളറിലാണ്, അതുകൊണ്ട് കാണണമെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ഇടാം. ഒരു ബ്രഷും ഉണ്ട് കേട്ടോ അവിടെ, ഒരു ചെറിയ ബ്രഷ് ഇതുമ്പോൾ ഇരിക്കുന്നുണ്ടോ. പിന്നെ ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററി ആൽക്കലൈൻ ബാറ്ററി നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി, അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും. പിന്നെ ഫിലിപ്സിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട് ഇതിൽ. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. പിന്നെ അതാരും നമ്മൾ അത് നോക്കാറില്ലല്ലോ. അപ്പോൾ ബാറ്ററി ഞാൻ ബാറ്ററി ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഓണായി. ഇത് നമ്മുടെ ഷേവിങ് ഹെഡാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതാണ് ട്രിമ്മിങ് ഹെഡ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക. ഇത് എവിടെയാണ് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ശരിക്കും അതും ഒരു ഷൂവിൻ്റെ ഒരു ഭാഗം ഉണ്ട്, അവിടെ ഇട്ടാലേ കറക്റ്റ് കയറല്ലോ. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വേണം.
അത് വലിയ സൗണ്ട് ഒന്നും പറയാനൊന്നുമില്ല, ചെറിയൊരു സൗണ്ട് തന്നെ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ കൈയ്യുമ്പോൾ എടുത്ത് കാണിച്ചു തരാനാണെങ്കിലും നമുക്കിവിടെ കാണാം. കണ്ടോ എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാണ് പാട് വരണേട്ടോ, വേറെ ഒന്നല്ല. അത് സൂപ്പറായിട്ട് പോകുന്നുണ്ടോ ഫിലിപ്സിൻ്റെ. നിങ്ങൾക്ക് അറിയായിരിക്കുമ്പോൾ ഈ ക്വാളിറ്റിക്കും സംഭവത്തിനൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ചെറുതാണ് ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറക്റ്റ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടൂത്ത് ബ്രഷ് പോലെ, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് പോലെ തന്നെയാണ് ശരിക്കും. ഓറൽ ബിയുടെ ടൂത്ത് ബ്രഷ് ഉണ്ട് അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ആണുങ്ങളുടെ ട്രിമ്മറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഒരു ഡിഫറൻസിലുള്ളത്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. കളർ ഡിഫറൻസും വേറെ ഒന്നുമില്ല. ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു ബിക്കിനി ട്രിമ്മർ എന്ന് പറയുന്നത്. കോമ്പാക്റ്റ് ആണ്, കളർ ചേഞ്ചസും ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇതിവിടെ റബ്ബർ ഫിനിഷ് ആണ്, അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് കിട്ടും. ഇത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതും കൊള്ളാം. ഇത് നോർമലി ബാക്കി ട്രിമ്മറിലൊന്നും കിട്ടാറില്ല ഈ ഷേവർ ഹെഡ്. അപ്പോൾ ഇത് കൊള്ളാം, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് ആകെ ഒരു കോൺ ഞാൻ ആൾറെഡി തുറക്കുമ്പോൾ മുമ്പേ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ ഒരു റീചാർജബിൾ അല്ല, അത് മാത്രമുള്ള ഒരു കോൺ നമുക്ക് പറയാനുള്ളൂ. ബാക്കി ഒരു കോണും ഞാൻ അത് കണ്ടില്ല. എൻ്റെ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ അടുത്ത കാണാം.